മമ്മി ഇഷ്യൂസ്, ഡാഡി ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? This series is for women in their 20s. Welcome to the life of a 25-year-old entrepreneur. I know നമുക്ക് ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പേരൻസോ കെയർ ഗിവേഴ്സോ കുഞ്ഞിലെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ടീൻ അല്ലെങ്കിൽ അഡൾട്ട് ലൈഫിലും ഇമോഷണലി അൺഅവൈലബിൾ ആയിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ അടുത്തായിരിക്കും ചെന്ന് പെടുന്നതെന്നുള്ളത്. Because that is something that feels familiar for us. Emotional inconsistency അല്ലെങ്കിൽ ഇമോഷണൽ അൺഅവൈലബിലിറ്റി ഫീൽസ് നോർമൽ ടു us. ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്ന് പെട്ട് കഴിഞ്ഞാലും അത് നമുക്ക് ഒരു കംഫർട്ടബിൾ അല്ലാത്ത സ്പേസ് ആയിട്ട് മാറും until we heal and we'll create this cycle or be in this loop of finding partners who are emotionally unavailable. അത് ഒരു പോയിന്റിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യും. We'll have to constantly work to earn their love. എപ്പോഴും ഭയങ്കര കണ്ടീഷണൽ ആയിരിക്കും പലതും. എപ്പോഴും നമ്മൾ ആ ഒരു ഇൻകൺസിസ്റ്റൻസി കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഈ വാക്കിംഗ് ഓൺ എക്സെൽസ് എന്നൊക്കെ പറയത്തില്ലേ. ഇപ്പോൾ അവരുടെ മൂഡ് ഹാപ്പി ആയിരിക്കും, കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ദി വോണ്ട് ബി അവൈലബിൾ, കുറച്ച് നേരം കഴിയുമ്പോൾ ദിൽ ഡിസ്റ്റൻസ് വിത്ത് യു, അഗൈൻ ദിൽ ഗിവ് യു സോ മച്ച് ലവ്. ഇറ്റ് ബി so much chaos and you will feel that's okay because that's something that you have been given in the childhood, and that's one reason why you should heal before getting into relationships, because അല്ലെങ്കിൽ ഈ ഒരു ഇമോഷണൽ അൺഅവൈലബിലിറ്റിയുടെ ആ ഒരു ലൂപ്പ് തന്നെ പെട്ടുകൊണ്ടിരിക്കും. അൾട്ടിമേറ്റ്ലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വീട്ടിൽ നിന്ന് സ്നേഹം പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ പുറത്ത് സ്നേഹം തപ്പിപ്പോകുന്നത്, ആൻഡ് വി എൻഡ് അപ്പ് ഇൻ റോങ് പ്ലേസസ്.